കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം നമുക്കിന്നൊരു തക്കാളി രസം ഉണ്ടാക്കി നോക്കിയാലോ. ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക് എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അധികം അരിഞ്ഞു പോകരുതേ. അതിനുശേഷം ഒരു 2 തക്കാളിക്കും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് കടുകും ഉലുവയും ജീരകവും ഇടുക. ഇത് വേണമെങ്കിൽ പൊടിച്ചു വിടാം കേട്ടോ. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ മൂപ്പിക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അധികം ഇടുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2-3 കട്ട കായ ഇടാമേ. പൊടിയാണെങ്കിൽ അത് അവസാനം ഇട്ടാലും മതിയേ. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അടിച്ച് വെച്ച തക്കാളി കേയില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ. ഇത് വെന്ത് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ നേരത്ത് തുറന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പുളിയുടെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ തക്കാളിക്കൊക്കെ നന്നായിട്ട് വേവട്ടെ. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ രസം റെഡി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ.